എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരായ ഡൽഹി ക്യാപിറ്റൽസിന്റെ ഹൃദയഭേദകമായ പരാജയത്തിനു പിന്നാലെ നിരാശയുടെയും രോഷത്തിന്റെയും കൊടുമുടിയിൽ നിന്നുകൊണ്ട് നായകൻ അക്സർ പട്ടേൽ KL രാഹുലിന് നേരെ പൊട്ടിത്തെറിക്കുന്ന അവിശ്വസനീയമായ കാഴ്ചയാണ് ക്രിക്കറ്റ് ലോകം ഇന്നലെ കണ്ടത്. അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലെ ആ രാത്രി കേവലം ഒരു മത്സരത്തിന്റെ അവസാനമായിരുന്നില്ല, മറിച്ച് തന്റെ കരിയർ മുഴുവൻ ഡൽഹിയുടെ യശസ് ഉയർത്താൻ ഹോമിച്ച ഒരു കളിക്കാരന്റെ ഹൃദയത്തിലേറ്റ ആഴമേറിയ മുറിവായിരുന്നു. ഈ പരാജയം തന്നെ അക്ഷരാർത്ഥത്തിൽ തകർത്തു കളഞ്ഞുവെന്നും ഗ്രൗണ്ടിൽ താൻ വെറുതെ കളിക്കുകയായിരുന്നില്ല, മറിച്ച് KKR നേരിട്ട ഓരോ പന്തും തന്റെ സിരകളിൽ തീയായി പടരുന്നത് താൻ അറിയുന്നുണ്ടായിരുന്നുവെന്നും അത്യന്തം വികാരാധീതനായാണ് അക്സർ തുറന്നു പറഞ്ഞത്. പോയിന്റ് പട്ടികയിലെ വെറുമൊരു സംഖ്യയ്ക്കപ്പുറം ഡൽഹി ടീമിന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആരാധകരുടെ നിരന്തരമുള്ള ചോദ്യങ്ങൾക്കുത്തരമായി ഈ തകർച്ചയ്ക്ക് കാരണമായ 5 നിർണായക കാര്യങ്ങൾ അദ്ദേഹം അനാവരണം ചെയ്തു. ഒന്നാമതായി, തന്ത്രങ്ങളുടെ പാളിച്ചകളായിരുന്നു ടീമിനെ പിന്നോട്ടടിച്ചത്. ബാറ്റിംഗിന് അനുകൂലമായ പിച്ചിൽ മികച്ച തുടക്കം ലഭിച്ചിട്ടും മധ്യ ഓവറുകളിൽ റൺ നിരക്ക് ഉയർത്തുന്നതിലും പ്രതിരോധിക്കുമ്പോൾ എതിരാളികൾക്ക് മേൽ നിരന്തരമായ സമ്മർദ്ദം ചെലുത്തുന്നതിലും ഡൽഹി പരാജയപ്പെട്ടു. ഈ വൈകിയെടുത്ത തീരുമാനങ്ങളുടെ പൂർണ്ണ ലാഭം കൊൽക്കത്ത അനായാസം സ്വന്തമാക്കുകയും ചെയ്തു. രണ്ടാമതായി, കളിക്കാരുടെ ഭാഗത്തുനിന്നും നിർണായക സമയത്ത് ലഭിക്കേണ്ടിയിരുന്ന മികച്ച പ്രകടനങ്ങളുടെ അഭാവമായിരുന്നു. പ്രതിഭയ്ക്ക് യാതൊരു കുറവുമില്ലാതിരുന്നിട്ടും ലഭിച്ച മികച്ച തുടക്കങ്ങൾ വലിയ സ്കോറുകളാക്കി മാറ്റാൻ ബാറ്റർമാർക്കും കൃത്യമായ ലൈനും ലെങ്തും കണ്ടെത്തുന്നതിൽ ബൌളർമാർക്കും കഴിഞ്ഞില്ല. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഒരു നായകനെന്ന നിലയിൽ താൻ ഏറ്റെടുക്കുന്നുവെന്നും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഭയമില്ലാതെ കളിക്കാൻ താൻ കളിക്കാർക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകേണ്ടതുണ്ടെന്നും അദ്ദേഹം സമ്മതിക്കുന്നു. മൂന്നാമത്തെയും ഒരുപക്ഷെ ഏറ്റവും നാടകീയവുമായ കാരണം സമ്മർദ്ദത്തിന് മുന്നിൽ തകർന്നടിയുന്ന ടീമിന്റെ സമചിത്തതയാണ്. KKR അനായാസം റൺസ് അടിച്ചുകൂട്ടിയപ്പോൾ കളിക്കളത്തിൽ പടർന്ന പരിഭ്രാന്തിക്കൊടുവിലാണ് കൈവിട്ടു പോകുന്ന മത്സരം കണ്ട് നിയന്ത്രണം നഷ്ടപ്പെട്ട താൻ KL രാഹുലിനോട് പരസ്യമായി രോഷാകുലനായത്. ഓപ്പണർമാരിൽ നിന്ന് ലഭിക്കേണ്ടിയിരുന്ന ആവേശകരമായ തുടക്കം ലഭിക്കാതിരുന്നതും ടീമിന് സ്ഥിരതാർന്ന പ്രകടനം നൽകാൻ രാഹുലിന് കഴിയാതിരുന്നതും ഈ സീസണിലെ ഏറ്റവും വലിയ പോരായ്മയായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ടീമിന് നിർണായക ഘട്ടങ്ങളിൽ യാതൊരു ഗുണവും ചെയ്യാത്ത, പ്രതിഭയുടെ മിന്നലാട്ടങ്ങളില്ലാത്ത രാഹുൽ എന്ന വാക്യവിത്തപ്പയ്യനെയല്ല ഡൽഹിക്കിപ്പോൾ ആവശ്യമെന്ന് അക്സർ ആഞ്ഞടിച്ചു. മറിച്ച് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കുപ്പായത്തിൽ ഇതിഹാസതുല്യമായ പ്രകടനങ്ങൾ പുറത്തെടുക്കുന്ന അസാമാന്യ പ്രതിഭയും അർപ്പണബോധവുമുള്ള സഞ്ജു സാംസനെ പോലെയൊരു വിക്കറ്റ് കീപ്പറെയാണ് തങ്ങൾക്ക് വേണ്ടതെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. സ്റ്റമ്പിനു പിന്നിലും ക്രീസിലും സഞ്ജുവിനെ പോലെ മാന്ത്രികത സൃഷ്ടിക്കാനും ടീമിന് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു പോരാളി കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ കളിയുടെ ഗതി തന്നെ മറ്റൊന്നായേനെ. ഇത്തരം പ്രതിസന്ധികളിൽ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ പോയതാണ് ഡൽഹിയെ ശരിക്കും പിന്നോട്ടടിച്ചത്. നാലാമതായി, ഡെത്ത് ഓവറുകളിലെ ദിശാബോധമില്ലാത്ത ബൌളിംഗ് ഡൽഹിയുടെ പതനം പൂർണ്ണമാക്കി. സ്ലോ ബോളുകളും യോർക്കറുകളും ഫലം കാണേണ്ടിയിരുന്ന പിച്ചിൽ ലക്ഷ്യം തെറ്റിയ പന്തുകൾ കൊൽക്കത്തൻ ബാറ്റർമാർക്ക് കൂറ്റൻ ഷോട്ടുകൾക്ക് വഴിയൊരുക്കി. അഞ്ചാമതായി, നിരന്തരം ആവർത്തിക്കുന്ന തെറ്റുകളായിരുന്നു വില്ലനായത്. ഈ സീസണിൽ എത്ര മികച്ച തുടക്കം ലഭിച്ചാലും സമ്മർദ്ദഘട്ടങ്ങളിൽ താളം തെറ്റുന്ന പ്രവണത ഒഴിവാക്കി വെറും തുടക്കം മാത്രമല്ല 40 ഓവറും പൂർണ്ണ ഏകാഗ്രതയോടെ കളിക്കാൻ ടീം ഇനിയും പഠിക്കണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ടീം മാനേജ്മെന്റുമായും ഉടമകളുമായും നിരന്തരം ചർച്ചകൾ നടത്തുന്നുണ്ടെന്നും നിരാശരായ ആരാധകരുടെ തകരുന്ന പ്രതീക്ഷകൾ താൻ കാണുന്നുണ്ടെന്നും പറഞ്ഞ അക്സർ ഈ തകർച്ചയുടെ പൂർണ്ണ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുക്കുന്നു. വെറും വാക്കുകൾ കൊണ്ടോ ഒരു ക്യാപ്റ്റൻ എന്ന പദവി കൊണ്ടോ ഇനി യാതൊരു കാര്യവുമില്ലെന്നും ഡൽഹി ക്യാപിറ്റൽസിനെ അതിന്റെ നഷ്ടപ്പെട്ട പ്രതാപത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ചിന്താഗതിയിലും പോരാട്ട വീര്യത്തിലും വലിയൊരു മാറ്റം അനിവാര്യമാണെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. തങ്ങളുടെ തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഒരൊറ്റ യൂണിറ്റായി പോരാടിയാൽ വരും കാലങ്ങളിൽ ശക്തമായ തിരിച്ചുവരവ് സാധ്യമാണെന്നും അതിനായി 1-2 പേരെ മാത്രം ആശ്രയിക്കാതെ ഓരോ കളിക്കാരനും പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ തങ്ങളുടെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നു. ആരാധകരുടെ അകമഴിഞ്ഞ പിന്തുണ തങ്ങൾക്ക് വിലപ്പെട്ടതാണെന്നും ഈ സീസൺ നിരാശാജനകമായിരുന്നെങ്കിലും ടീം തീർച്ചയായും ശക്തമായി തിരിച്ചുവരുമെന്നും വാഗ്ദാനം ചെയ്യുമ്പോഴും ഈ കനത്ത പരാജയത്തോടെ ഡൽഹി ക്യാപിറ്റൽസിന്റെ ഈ സീസണിലെ പ്ലേ ഓഫ് മോഹങ്ങൾ പൂർണ്ണമായും അവസാനിച്ചു എന്ന ഹൃദയഭേദകമായ യാഥാർത്ഥ്യത്തോടെയാണ് ആ വികാരമായ ആഖ്യാനം അവസാനിക്കുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.